ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തൊരു വീഡിയോ ഇതുപോലെ തന്നെ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു 3 ദിവസം മാത്രമായ ഒരു സ്റ്റുഡൻറ്റിനാണ് കേട്ടോ ഇന്ന് ക്ലാസ് കൊടുക്കുന്നത്. എങ്ങനെ നമ്മളിന്ന് ക്ലാസ് കൊടുത്തിട്ട് പോവാണ്. ഇടയ്ക്ക് വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൊച്ച് 2 ദിവസം ആയിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് ഗിയർ നമ്മൾ തന്നെയാണ് ഇടുന്നത്. ആ കൊച്ചിനെ കൊണ്ട് ഇടിക്കാറായിട്ടില്ല, കാരണം സ്റ്റിയറിംഗ് ബാലൻസ് ആയിട്ടില്ല. ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം സ്റ്റിയറിംഗ് ഒന്ന് ബാലൻസ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗിയർ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ഗിയർ കൊടുക്കുന്നത്. അപ്പോൾ 2-3 ദിവസം ആയിട്ടില്ലാത്തത് കൊണ്ടും സ്റ്റിയറിംഗ് ബാലൻസ് ആവാത്തത് കൊണ്ടും നമ്മൾ ആൾക്ക് സ്റ്റിയറിംഗ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്, ഗിയറിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് ആവുന്നത് വരെ നമ്മൾ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക് അത് നമ്മൾ ചെയ്യിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ആക്സിലേറ്റർ, ബ്രേക്കും ക്ലച്ചും നമ്മൾ ചെയ്യിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗിയറൊക്കെ മാറാൻ സമയത്ത് നമ്മൾ ക്ലച്ച് അവരോട് നന്നായിട്ട് ചവിട്ടാൻ പറഞ്ഞിട്ട് നമ്മളാണ് ഗിയർ മാറി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി നമ്മൾ 6 കിലോമീറ്ററൊക്കെയാണ് കൊടുക്കാറ് ഒരു ദിവസത്തെ ക്ലാസ് അവരുടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് പുറകിലുള്ള പിള്ളേർ ഒക്കെ ഉണ്ടാവും, തമാശകളൊക്കെ ഉണ്ടാകും. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചാണ് നമ്മൾ ക്ലാസ് കൊടുക്കാറ്. സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, കാരണം അവർക്ക് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ചില പിള്ളേരുണ്ട് ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ അള്ളിപ്പിടിച്ചിട്ടിരിക്കും. ഒരു കാരണവശാലും അവർ ആ സ്റ്റിയറിംഗ് ഒന്ന് ലൂസാക്കി പിടിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ പരിസരത്തുള്ള കാര്യങ്ങളും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മൾ കാഞ്ഞൂർ പള്ളിയാണ് കേട്ടോ, ഒരു പ്രശസ്തമായ പള്ളിയാണ്. ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ട് പോകണം കേട്ടോ. അവിടെ നല്ല വളവാണ്. അങ്ങനെ എപ്പോഴും വണ്ടികൾ, ബസ്സുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ കാഞ്ഞൂർ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ട് പോണത്. സ്റ്റുഡൻറ്റുകൾ അവിടെ ഇങ്ങനെ പുറകിലിരുന്ന് ഭയങ്കര തമാശ പറയലൊക്കെയാണ് കേട്ടോ. കാരണം നമ്മളങ്ങനെ ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിട്ട് പോയാലാണ് ഓടിക്കുന്ന പിള്ളേർക്കാണെങ്കിലും പഠിക്കാനുള്ള പുറകിലിരിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരിങ്ങനെ ടെൻഷനായിട്ടിരിക്കും. നമ്മളവരെ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം അവർ പഠിക്കാൻ വരുന്നതാണല്ലോ, അവർക്കൊന്നും അറിയാതെ അവർ പഠിക്കാൻ വരുന്നതാണല്ലോ. അപ്പം നമ്മളത് സമാധാനമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിനിടയ്ക്കൊക്കെ അവർ ശ്വാസം പോലും വിടുന്നുണ്ടോയെന്ന് സംശയമാണ്. അപ്പം നമ്മളാ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തമാശകളും ചിരിയും ഒക്കെ ആയിട്ട് പോയാലാണ് അവർക്കൊരു സമാധാനമായിട്ട് അവർ വണ്ടി ഓടിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർ വണ്ടികളൊക്കെ കാണുമ്പോൾ ബലം പിടിച്ചിരിക്കും, സ്റ്റിയറിങ്ങിലൊക്കെ അള്ളിപ്പിടിച്ചിട്ടിരിക്കും. എന്നുവെച്ചാൽ അവർ 2 കൈ കൊണ്ട് ബലം പിടിച്ചാൽ നമ്മളുടെ ഒരു കൈ വെച്ചിട്ടാണല്ലോ നമ്മൾ ആ സ്റ്റിയറിങ് അവർക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ സ്റ്റിയറിങ്ങിൽ ഭയങ്കരമായിട്ട് ബലം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്റ്റിയറിങ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാനേ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റുകളെല്ലാം നമ്മൾ റിലാക്സ് ആയിട്ടാണ് പഠിപ്പിക്കാറ് കേട്ടോ. അതിപ്പം ഏജുള്ളവരാണെങ്കിലും കുറഞ്ഞവരാണെങ്കിലും ശരി. ഏജുള്ളവരും ചിലർ നന്നായിട്ട് പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ ക്ലിക്കാവും. ചിലർക്ക് നമ്മൾ ഒരുപാട് നേരം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, ടെൻഷനായിരിക്കും അവർക്ക്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു 4-5 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ സ്റ്റിയറിങ്ങിന് കൈയെടുക്കും, സ്റ്റിയറിങ് വിട്ടു കൊടുക്കും. പിന്നെ അവർ ഗിയറും കൂടെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം അങ്ങനെ വരാറില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്നും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെയാണ് പരമാവധി ഒരു വരി പിള്ളേരെയൊക്കെ അങ്ങനെ ആണ് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം ആയതുകൊണ്ട് ഇതിന് സ്റ്റിയറിങ് ഒരുപാട് ബാലൻസ് അല്ലാത്തത് കൊണ്ട് ഇതിനെപ്പോഴും നമ്മളിങ്ങനെ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ ആണ്. കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഈ ജോലി എൻജോയ് ചെയ്താണ് കേട്ടോ ചെയ്യണത്. എൻ്റെ ഈ ജോലി 16 വർഷമായി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടെങ്കിലും ഞാൻ സന്തോഷവതിയാണ് ഈ ജോലിയിൽ. സന്തോഷമായിട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ജോലി എന്നല്ല, ഞാൻ എന്ത് ജോലി ചെയ്താലും ഞാൻ സന്തോഷമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
ഓടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, കാഞ്ഞൂർ, ആലുവ, അങ്ങനെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ക്ലാസ് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഞാനിങ്ങനെ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഞാൻ ഈ ഡ്രൈവിങ് പഠിപ്പിക്കൽ നിർത്തിയിരുന്നു, കുറച്ച് നാളത്തേക്ക് നിർത്തിയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചാനൽ പിന്നെ ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടൊന്നും ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് റീൽസൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ പുറകെ പോയി, കുറച്ച് ഇലയും പൂവൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ വീഡിയോയിൽ അങ്ങനെ കുറച്ച് അങ്ങനെ വന്നു. പിന്നെ സ്വന്തം വണ്ടികളിലൊക്കെ, അതായത് അവർക്ക് ലൈസൻസ് ഉണ്ട്, ഓടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരുടെയൊക്കെ വണ്ടിയിൽ ഞാൻ ക്ലാസ് കൊടുക്കാൻ പോവാറുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇടാറുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പോകുന്നത്. അത് നമ്മൾ ഒരുപാട് നമുക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം വീഡിയോ എടുക്കാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പൊന്നും ആരുമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് വീഡിയോയിൽ മാത്രം ശ്രദ്ധിച്ചാൽ സ്വന്തം വണ്ടികളിൽ പോകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആവും. കാരണം നമ്മൾ അവരവരുടെ വണ്ടികളിൽ പോകുമ്പോൾ നമ്മളുടെ സൈഡിൽ ക്ലച്ചോ ബ്രേക്കോ ഒന്നുമില്ല, നമുക്കാകെ വായിലെ നാക്ക് മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് നമ്മളവരെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ എന്നാലും ഞാൻ പോവാറുണ്ട്. ഇപ്പം 2 ക്ലാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുത്തിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു.